യേശുവിനെ പോലെയാകുക. यीशु मसीह के समान बन जाओ. യേശുവിനെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചൊരു പ്രവചനമുണ്ട്. यशायाह भी एक जो उसका जो वाणी था, എന്താ പറഞ്ഞെന്നറിയോ? 53-ാം അധ്യായത്തിൽ 53 में അവൻ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാട്. वो ऊनको जो काटने वाला लोगों का सामने चुप रहने वाला मेमना का समान. हालेलुया. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ കുഞ്ഞാട് മിണ്ടാതെ നിൽക്കുക. ये जो मेमना जो है वो चुप बैठ के खड़ा है. രോമം മുഴുവൻ എടുക്കുക കേട്ടോ. उसका जो बाल जो है सब निकाला जा रहा है. കൈ കാലിട്ട് അടിച്ച് ബഹളം ഉണ്ടാക്കുന്നൊന്നുമില്ല, മിണ്ടാതെ നിൽക്കുക. वो जो है हाथ पैर लगाकर जो है चिल्ला नहीं रहा है, पर वो चुपचाप बैठा है. അങ്ങനെ ഒരു ജീവിതം നമുക്ക് പോസിബിൾ ആണ്. ऐसा एक जीवन क्या हमें एक पॉसिबल है? കർത്താവ് ദൈവരാജ്യത്തിന്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെടണമെങ്കിൽ, अगर परमेश्वर के राज्य का सामर्थ हमारे द्वारा प्रकट होने की जरूरत വചനം है, तो പറയുന്നവന്റെ കൈ കീഴിൽ താണിരിക്കണം. वचन कहता है कि परमेश्वर के हाथों के नीचे हमें रहना है. വചനം പറയുന്നു താണിരിക്കുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്, ഉയർത്തുന്നത്. परमेश्वर का वचन कहता है जो नम्र है उनको परमेश्वर उपयोग करता है. ദിവസങ്ങളിൽ നമ്മൾ ഇന്ന് താഴ്ത്തി ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, अगर आप इन दिनों में अपने आप को जो है नम्रता के साथ जो है समर्पण करने के लिए तैयार हो, तो ഉപവാസങ്ങളും പ്രാർത്ഥനകളുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ये उपवास और प्रार्थना का जो गोल लक्ष्य क्या है? ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്നുകൂടെ ഒരുക്കാനും താഴ്ത്താനും ഒക്കെ ഉപയോഗിക്കുന്നത്. हम अपने आप को जो है परमेश्वर की उपस्थिति में नम्रता के साथ तैयारी के साथ बैठने के ചില लिए है. സ്വഭാവ മേഖലകളെയൊക്കെ ഒടിച്ചു മാറ്റാനാണ് ഉപയോഗിക്കുന്നത്. कुछ जो स्वभाव जो है उसको तोड़कर हटाने के ഞാൻ കഴിഞ്ഞ लिए है. ദിവസം മോർണിംഗ് ഡ്യൂവിനും പറഞ്ഞു, मैंने मॉर्निंग ड्यू में भी पिछले दिन में कहा, जो बड़ा वेकेशन का समय आ रहा है ना, ഈ വലിയൊരു വെക്കേഷന്റെ ടൈം വരുന്നുണ്ട്. ആ സമയങ്ങൾ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും നമുക്ക് ഉപയോഗിക്കണം. उस समय में हमें और जो है प्रार्थना के साथ बैठने के लिए उपयोग करना है. ഉപവാസം കർത്താവുമായിട്ട് സമരം ചെയ്യാൻ വേണ്ടിയല്ല. उपवास जो है परमेश्वर के साथ एक स्ट्राइक करने के लिए नहीं ഉപവാസം है. ഭൂഖ് ഹഡ്താൽ നഹി, जो പട്ടിണി സമരം, എന്താ പറയുന്നത്, നിരാഹാര സത്യാഗ്രഹം അല്ല ഉപവാസം. നിരാഹാര हड़ताल नहीं സത്യാഗ്രഹം, है, ഗാന്ധിഗിരി അല്ല ഉപവാസം. वो नहीं है उपवास. गांधीगिरी नहीं है उपवास. गांधीगिरी का मतलब क्या है? सत्याग्रह होते हैं ना. हालेलुया. ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടി ഗാന്ധിജി എന്ത് ചെയ്തു? ब्रिटिश को भगाने के लिए गांधी जी ने क्या किया? ഗാന്ധിജി പട്ടിണിയിരുന്നു. गांधी जी भूखे बैठे. നമ്മൾ യേശോപ്പച്ചന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി നമ്മളും പട്ടിണി, യേശോപ്പച്ച തന്നില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല കേട്ടോ. हम भी परमेश्वर के सामने जो भूखा बैठ जाते हैं कि परमेश्वर अगर आपने नहीं दिया तो मैं खाना नहीं खाऊंगा बोल के. ഒത്തിരി ആളുകൾക്ക് बहुत सारे लोग जो है ഈ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാനുള്ള ഒരു സമരമാണ് ഉപവാസം. परमेश्वर से कुछ प्राप्त करने के लिए एक स्ट्राइक है उपवास. ആം ടെസ്റ്റിംഗ് എന്ന് കേട്ടിട്ടില്ലേ? जो हाथ को मोड़ना. ആം ടെസ്റ്റിംഗ് കേട്ടിട്ടില്ലേ? ഇത് സമയം അയ്യോ പാവം, നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചൊക്കെ വളയ്ക്കുക അല്ലേ? जो हाथ को जो पकड़ के मोड़ते हैं, നമ്മൾ ബലം പിടിക്കുക, हम जो है बल को पूरा उपयोग സ്വാമി करते ബഹളം हैं. ഉണ്ടാക്കുക, वो जो विरुद्ध है वो बहुत വട്ടം ऊंचा. കറങ്ങുക. നമ്മൾ ഓർന്ന് കർത്താവെ ഞാൻ വിടത്തില്ല, എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. हम कहते हैं परमेश्वर तेरा हाथ नहीं छोड़ूंगा, आपको देना ही पड़ेगा. ആം ടെസ്റ്റിംഗ്, ദൈവത്തെ നിർബന്ധിക്കുക, കർത്താവ് എനിക്കിത് തന്നേ പറ്റത്തുള്ളൂ. हम परमेश्वर के सामने जबरदस्ती कर रहे हैं. അതിനുവേണ്ടി നമ്മൾ ഉപവാസം യൂസ് ചെയ്യും. उसके लिए हम उपवास का उपयोग कर रहे हैं. ഒരാൾ എന്നോട് പറഞ്ഞ് അയാൾ പ്രാർത്ഥിച്ചെന്ന്, അങ്ങനെയൊന്നും പ്രാർത്ഥിക്കില്ല കേട്ടോ. एक व्यक्ति ने कहा कि उन्होंने ऐसा प्रार्थना किया, കർത്താവ് നീ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. परमेश्वर अगर आपने मुझे ये नहीं दिया तो मैं आत्महत्या कर दूंगा करके. ഞാൻ പറഞ്ഞു കർത്താവ് എന്തോ പ്രാർത്ഥന ചെയ്ത്. मैंने बोला परमेश्वर ये कैसा प्रार्थना है? അതല്ല ഉപവാസം. वो नहीं है उपवास. ഉപവാസം എന്ന് പറഞ്ഞാൽ उपवास जो होता है, നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് हम परमेश्वर के साथ നമ്മളെ सामने जो बैठते हैं, കർത്താവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. हम परमेश्वर के साथ जो है कंपैरिजन रखते हैं. നമ്മൾ അടുത്തിരിക്കുന്ന വിശ്വാസിയുമായിട്ട് കമ്പയർ ചെയ്താൽ हम जो साथ में बैठे एक विश्वासी के साथ कंपेयर നമ്മൾ नहीं പറയും, അയ്യോ करना है. പുള്ളിയെക്കാട്ടിൽ എത്ര നല്ലതാ ഞാനെന്ന് പറയും. हम कहेंगे कि उनसे ശരിയല്ലേ? बहुत अच्छा हूँ मैं करके. നമ്മൾ നമ്മുടെ പാസ്റ്ററെ കമ്പയർ ചെയ്താൽ അയ്യോ പാസ്റ്ററെക്കാട്ടിലും ഞാൻ നല്ലതാണ്. हम अगर अपने परमेश्वर के दास के साथ कंपेयर അത് करें വചന बोलेंगे कि मैं കൃത്യമായിട്ട് बहुत പറഞ്ഞു. अच्छा हूँ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സഹവിശ്വാസിയുമായി നിങ്ങളെ കമ്പയർ ചെയ്യരുത്. इसलिए वचन कहता भी है कि आपके जो सहविश्वासी है उनके साथ आपको एक कंपैरिजन नहीं करना है. യെശയ്യാവ് ദൈവത്തിന്റെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ, यशायाह जो है परमेश्वर की महिमा देखने के बाद, when he saw the holiness of God or Jesus, जब उसने परमेश्वर की पवित्रता को देखी, യോഹന്നാൻ 12 പറഞ്ഞത് യേശുവിന്റെ തേജസ് കണ്ടെന്ന് കേട്ടോ. यूहन्ना के
ആ യേശയ്യാവ് യേശുവിന്റെ തേജസ് കണ്ടെന്ന യോഹന്നാൻ 12 പറയുന്നത് യോना के बारे में ऐसा कहा है कि यशायाह जो है यीशु का जो तेजस है उसने देखा ഗ്ലോറി ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ उसने वो महिमा देखने के बाद യേശയ്യാവിന് മനസ്സിലായി ഇത് മുഴുവൻ ചെളിയാ यशायाह को पता चला कि मेरा जो शरीर है वो पूरा करें जो तो है नहीं।